നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. അപ്പോൾ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിക്കാൻ ശ്രമിച്ചാൽ തേർഡ് പാർട്ടി എന്ത് ചെയ്യും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്. ഈ കാർഡ് റീഡിംഗ് കണ്ടിട്ട് എത്ര പെർസെൻറ്റ് റെസണേറ്റ് ചെയ്താലും ഇതനുസരിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ നമുക്ക് റീഡിംഗ് എടുക്കാം. പിന്നെ ഇത് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുക, തേർഡ് പാർട്ടിയാണ് മുഴുവനും തേർഡ് പാർട്ടിയുടെ കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്. പ്രതീക്ഷ ഒന്ന്, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യണമെന്ന്, ഇതിന് ഇന്നത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് അപ്പോൾ ഇൻറ്റൻഷനും എക്സ്പെക്റ്റേഷനും രണ്ടും രണ്ട് കാര്യമാണ്. ആഗ്രഹവും ഉദ്ദേശവും രണ്ടും രണ്ട് കാര്യമാണ്. അപ്പോൾ ആ രണ്ട് കാര്യം നമ്മൾ ചോദിക്കും. പിന്നെ നമ്മൾ ചോദിക്കാൻ പോകുന്ന, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോയാൽ തേർഡ് പാർട്ടി എന്ത് ആക്ഷൻ എടുക്കും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ഇത് രണ്ടാമത്തെ കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നാമത്തെ കാർഡിലെ റീഡിങ്ങിലേക്ക് പോവാം. ഓറക്കിൾ മെസ്സേജ് എടുക്കാം. ആദ്യം ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റിലേഷൻഷിപ്പിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡാണ് വന്നത്. നമുക്കൊന്ന് നോക്കാം ഈ കാർഡ്സ് എല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന്. ഓക്കെ, ഇല്ല. അപ്പോൾ ഈ കാർഡ് പറയുന്നത് നമ്മൾ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരു സഹായ ഹസ്തമായിട്ട് മാറണം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ സർവീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സഹായിക്കുന്നു, പക്ഷേ നമ്മൾ തിരിച്ച് ഒന്നും പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ സഹായിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? 6 of Pentacles ആണ്. ഇവിടെ നമ്മൾ ഈ കാർഡിനൊരു പ്രത്യേകതയുണ്ട്. 2 പേർക്ക് ഈ പേഴ്സൺ ചാരിറ്റിയാണ് ചെയ്യുന്നത്, 2 പേർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാൾക്ക് സ്വർണ്ണ നാണയങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന, മറ്റേയാളുടെ മുമ്പിൽ ഒരു ത്രാസാണ് വെച്ചേക്കുന്നത്, അളന്ന് തൂക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ നിങ്ങളുടെ രണ്ടുപേരും റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരാൾക്ക്, അപ്പോൾ തേർഡ് പാർട്ടി ആവുമ്പോൾ നിങ്ങൾ ആ പേഴ്സൻ്റെ ലീഗൽ ആളാണ്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് കുറവായിരിക്കാം, തേർഡ് പാർട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ അളന്ന് തൂക്കിയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വാരിക്കോരി തരുന്നു, അങ്ങനെ. പക്ഷേ ഇവിടെ ഒരു ഷെയർ തേർഡ് പാർട്ടിക്ക് പോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. പേഴ്സൻ്റെ സമയം, എനർജി, പണം എല്ലാം തേർഡ് പാർട്ടിക്കും കൂടി, സ്നേഹം എല്ലാം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നതിൻ്റെ കൺഫർമേഷനാണിത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വളരെ ആലോചന,
വളരെ വളരെ സ്ലോ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. വളരെ സെൽഫിഷ് ആയ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി ആവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം. സെൽഫിഷ് എന്ന് പറയുമ്പോൾ ഇവർ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ഒരു കണക്ഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയോട് അത്ര അധികം സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൺ പോയിട്ടില്ല. അളന്നു തൂക്കിയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ സ്വന്തം സിറ്റുവേഷനെ കുറിച്ച് വളരെ ബോധമുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നത്. തേർഡ് പാർട്ടി ആവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം. ആരുടെ എനർജിയാണ് സ്ട്രോങ് എന്നതനുസരിച്ചാണ് ഇവിടെ വരാൻ പോകുന്നത്. ഒരാൾ ഭയങ്കര സ്ട്രോങ് ആണ്, ആ പേഴ്സണ് റെസ്പോൺസിബിലിറ്റീസും എല്ലാം വളരെ ബോധമുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് തന്നെ തേർഡ് പാർട്ടിയെ കാണുമ്പോൾ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന കാര്യങ്ങളിൽ ലിമിറ്റേഷൻ ഉണ്ടാവാം എന്നാണ് കാണിക്കുന്നത്. ഒരു സ്വന്തം സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെയാണ് കാണിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. തേർഡ് പാർട്ടി, ഇനി കംപ്ലീറ്റ് തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് ബോധമുണ്ട് എന്താണ് ചെയ്യുന്നതെന്ന്. മനസ്സിലായോ? തേർഡ് പാർട്ടിയുടെ കൺട്രോളിലല്ല നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോകുക എന്നൊരു ഉദ്ദേശമാണ് തേർഡ് പാർട്ടിക്കുള്ളത്. പക്ഷേ അത് നിങ്ങളുടെ പേഴ്സൺ അംഗീകരിച്ച് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സ്നേഹം കൊടുത്തിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർ തമ്മിൽ ചിലപ്പോൾ ജോലി സംബന്ധമായി കുറേ പണം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പെൻറ്റക്കിൾസ് ആണ് കൂടുതൽ. അപ്പോൾ എന്തോ ബിസിനസ്സോ ജോലിയോ എന്തോ ഒരു കണക്ഷനാണ് ഇവർ തമ്മിലുള്ളത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസും 2 ഓഫ് പെൻറ്റക്കിൾസും ഒരു പ്രോഗ്രസ്. ആരോ ഒരാൾ പണം ഓഫർ ചെയ്തു, അതൊരു പ്രോഗ്രസ്, ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറി. പക്ഷെ അതിനകത്ത് വർക്ക് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ റെഡി അല്ല. എന്നുവെച്ചാൽ ഭർത്താവ് മരിച്ച ചിലപ്പോൾ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ, അല്ലെങ്കിൽ ഭർത്താവിന് മരുന്നിനും പൈസ വേണം, അല്ല അമ്മയ്ക്ക് മരുന്നിന് പൈസ വേണം. മീൻസ് അങ്ങനെ ഒരു ചാരിറ്റി സിറ്റുവേഷൻ പോലെ അത് കൊടുത്തു. പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റീസിലേക്ക് കൊണ്ടുപോകാൻ പോയപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് അവർക്ക് നിങ്ങളുടെ പേഴ്സണെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നില്ല. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് തേർഡ് പാർട്ടി പറയുന്നത്. തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് തേർഡ് പാർട്ടി എന്ത് എക്സ്പെക്റ്റേഷനാണ് വരുന്നത്? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും പണ്ടേ പരിചയമുള്ളവരാണ്. 6 ഓഫ് നോസ്റ്റാൾജിക് കണക്ഷൻ ഉള്ളവരാണ് ഇവർ. എങ്ങനെയാണ് ഇവർക്ക് പരിചയം എന്നറിയില്ല. എന്തായാലും രണ്ടുപേരും തമ്മിൽ നേരത്തെ പരിചയമുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടി വിചാരിച്ചു നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ തേർഡ് പാർട്ടിയാണ് ഇതൊരു പെട്ടെന്നൊരു ഡെവലപ്പ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നു ഈ തേർഡ് പാർട്ടി. അപ്പോൾ തേർഡ് പാർട്ടിയാണ് ഓഫർ കൊടുത്തേക്കുന്നത് നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായോ? പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ തേർഡ് പാർട്ടി അത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോയി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത് റെസിസ്റ്റ് ചെയ്തു. അതാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ. ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് തേർഡ് പാർട്ടി
സ്നേഹം ഓഫർ ചെയ്തത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ റെസിസ്റ്റ് ചെയ്തു. പേഴ്സണ് അതിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പണ്ട് ചിലപ്പോൾ ഈ പേഴ്സണോട് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ കാലം കടന്നു പോയി. മനസ്സിലായി? അപ്പോൾ പഴയ ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഇല്ല. അപ്പോൾ എക്സ്പെക്ട് ചെയ്തത് ഇത് പഴയ കാര്യങ്ങൾ വെച്ചിട്ട് അതിനെക്കുറിച്ച് ഇമോഷണലി ഒരു ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പറ്റും എന്ന ഒരു ഫീലിംഗ് തേർഡ് പാർട്ടിക്ക് ഉണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് ജോലി പിടിച്ചു കൊടുത്തത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. നമ്മളൊരാൾക്ക് സഹായം ചെയ്യുമ്പോൾ അതൊരു പാരയായിട്ട് വരുന്ന പോലെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എന്താണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം? നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ച് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്? തേർഡ് പാർട്ടി അത് പറയാൻ ആഗ്രഹിക്കാത്ത പോലെ കാർഡ്സൊക്കെ വലിച്ചെറിയും. തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ കൊണ്ട് തേർഡ് പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റക്കായിട്ടിരിക്കാൻ. ഓക്കെ, പണം തട്ടാനുള്ള ഉദ്ദേശമാണ് തേർഡ് പാർട്ടിക്ക്. ഇവർക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ട്, വളരെയധികം പണത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർക്ക് പണം സമ്പാദിക്കാനുള്ള കഴിവ്, അതുപോലെ പണം സ്വരൂപിച്ച് വെക്കാനുള്ള കഴിവ് കുറവായിരിക്കും. സേവിങ്സിൻ്റെ പരിപാടി കുറവാണ്. അപ്പോൾ കിട്ടണതിൽ കൂടുതൽ ചിലവാക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുമാനം വന്നുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ തളച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കിക്കോളും എന്നൊരു ചിന്ത ഇവർക്കുണ്ട്. ജെമിനായി, മജീഷ്യൻ, ഈ ഫാദർ ഓഫ് പെന്റക്കിൾസ് പൈസ കണ്ടിട്ടാണ് പിന്നെയും നിങ്ങളുടെ പേഴ്സന്റെ പുറകെ വന്നത് കേട്ടോ. കിങ് ഓഫ് പെന്റക്കിൾസ് ആണിത്. നല്ലവണ്ണം പൈസയുള്ള ധനികയായ ഒരു എനർജിയാണിത്. അപ്പോൾ ഇവർക്ക് ആ ഒരു പൈസ അടിക്കണം എന്നുള്ള സിറ്റുവേഷനാണ്. അവർക്കും ഇമോഷണലി അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. പക്ഷെ പണ്ടുണ്ടായിരുന്ന ഒരു കണക്ഷൻ അത് റിന്യൂ ചെയ്തിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ല, പണം പിടുങ്ങുക എന്നാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. അപ്പോൾ ഇവർ കുറേ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പണം പിടുങ്ങുക, ഇതെങ്ങനെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മാക്സിമം പണം ഒരു വരുമാനമാക്കി എടുക്കാം എന്നതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി നോക്കുന്നത്. അതിനുള്ള മാനിപ്പുലേഷനാണ് നോക്കുന്നത് തേർഡ് പാർട്ടി. അപ്പോൾ ഇമോഷണലി അമ്മയ്ക്ക് വയ്യ, അച്ഛന് വയ്യ, കുട്ടികൾക്ക് വയ്യ, ഭർത്താവിന് വയ്യ, വരുമാന മാർഗമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സൺ പക്ഷെ അതിന് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ തേർഡ് പാർട്ടിയോട് അടുക്കാതിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഡിസ്കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു തലവേദനയായിട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിച്ചതിൽ അതുപോലെയല്ല കാര്യങ്ങൾ പോകുന്നത്, എക്സ്പെക്ട് ചെയ്ത പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ടെൻസ്ഡ് ആയിരിക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് നോ കോൺടാക്റ്റിലേക്ക് പോയാൽ തേർഡ് പാർട്ടിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ എംപ്രസിനെ കാണിക്കുന്നുണ്ട്. ഈ മരം കായ്ക്കുന്ന പണം കായ്ക്കുന്ന ഒരു മരമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി കാണുന്നത്. പക്ഷേ തേർഡ് പാർട്ടി ഇവിടെ ഇതൊരു യങ് എനർജിയാണ്. ഇതൊരു പ്ലാനിങ് ഇല്ലാത്ത ഒരു പുതിയൊരു ഐഡിയ കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് തേർഡ് പാർട്ടി വരാൻ ചാൻസ് ഉണ്ട്. ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഭയങ്കര ഭയങ്കര കണ്ണിങ് ആയൊരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണെ ഏത് വിധേനയും സ്വന്തമാക്കണം എന്ന ഒരു ചിന്തയാണ് തേർഡ് പാർട്ടിക്ക്. മനസ്സിലായി? കണക്ഷൻ വിടിയിക്കാൻ സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് കണ്ടിന്യൂസ്ലി ഇൻകം വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവർ പുതിയൊരു ഐഡിയയും കൊണ്ട് വരാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇവർ വളരെ കണ്ണിങ് ആയൊരു എനർജിയാണ്. പെണ്ണായാലും ആണായാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ നിന്ന് വിട്ടു പോകാൻ തേർഡ് പാർട്ടി സമ്മതിക്കില്ല എന്നാണ് കാണിക്കുന്നത്.
അവർ വേറെ എന്തെങ്കിലും ഒരു കുരുട്ട് ബുദ്ധിയും കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. റീകൺസിലേഷന് ട്രൈ ചെയ്യും എന്തായാലും. ഒരു കണക്ഷൻ സ്റ്റക്കാക്കി വെക്കാനാണ് ആഗ്രഹം. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കാൻ തേർഡ് പാർട്ടി സമ്മതിക്കില്ല. അപ്പോൾ തേർഡ് പാർട്ടി പല കളികളും നടത്തും കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങി പോകാൻ തേർഡ് പാർട്ടി സമ്മതിക്കില്ല. അതാണ് തേർഡ് പാർട്ടിയുടെ ഒരു എനർജി. ഇവർ വേറെ പല കളികളും നടത്താൻ ചാൻസ് ഉണ്ട്. നുണ പറയാനോ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തായിരിക്കും വന്ന് പറയാൻ പോകുന്നത്. ചില തേർഡ് പാർട്ടികൾ അങ്ങനെയാണല്ലോ. എനിക്ക് കിട്ടണം, മറ്റുള്ളവർക്ക് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ട എന്നൊരു, അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊരു എനർജിയാണിത്. വല്ലാത്ത വേണ്ടാത്തൊരു എനർജിയാണിത്. പൈസീസ്, അക്വാരിയസ്, ഇവർ നിങ്ങളുടെ പേഴ്സണെ വേണ്ടാന്ന് വെക്കില്ല. പേഴ്സൺ അത്ര ഈസി ആയിട്ട് ഇവരായിട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ടോറസ്, ലീബ്ര, വെർഗോ, ജെമിനായി, പൈസീസ്, Gemini, Taurus, Leo, Aquarius, Scorpio. ഇത്രയുമാണ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. ഇതാണ് ആദ്യത്തെ റീഡിംഗ്. നമ്മളിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിലെ നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ കണക്ഷൻ, എന്ത് എനർജിയിലാണ് അവരുടെ കണക്ഷൻ, അതാണ് നമ്മൾ നോക്കിയത്. അതാണ് ഈ കാർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഒരു ഷഫിൾ കൂടെ ചെയ്യാം നമുക്ക്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ത്രിശൂലം, ദ പവർ, അതാണ് ഒരു കാർഡ് വന്നിരിക്കുന്നത്. വേറെ നോക്കാം നമുക്ക്. ഈ വരുമെന്ന് നോക്കാം, വരുന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കാർഡ്, ദ പവർ. This card brings forth the symbolism of the Trishul or trident, representing the power to break free from illusion and ego. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മിഥ്യാബോധത്തിലാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുകയും നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചിന്ത ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോളജ്, ജ്ഞാനം ലഭിക്കാനുള്ള വഴി നോക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. സ്പിരിച്വൽ ഗ്രോത്ത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ കുറച്ച് അന്ധമായിട്ട് ജീവിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അന്ധമായിട്ട് എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഇൻവെസ്റ്റഡ് ആണോ? ഈ കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരാളിങ്ങനെ അയാൾ വിത്തൊക്കെ വിതച്ച്, ഈ കർഷകനാണ്. വിത്ത് വിതച്ചിട്ട് നല്ലോണം കഠിനാധ്വാനം ചെയ്ത് അത് വിളവെടുക്കും. അപ്പോഴാണ് ഈ പേഴ്സണ് പൈസ കിട്ടുക. ഇത് ഈ പണിയുടെ അധ്വാനത്തിൻ്റെ പണം കിട്ടുന്നത് വിറ്റ് കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പണമാണല്ലോ അധ്വാനത്തിൻ്റെ ആ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പേഴ്സൺ ഈ ഒരു അധ്വാനിച്ച് പേഴ്സൺ എല്ലാ പണിയും ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഈ റിലേഷൻഷിപ്പ് ഒരു സിറ്റുവേഷനിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നുള്ള പ്രതിഫലം കിട്ടണം. അപ്പോൾ ഇതൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവാം. ഇത് തേർഡ് പാർട്ടിയാണോ അധ്വാനിച്ചത് റിലേഷൻഷിപ്പിന് വേണ്ടി, അതോ നിങ്ങളുടെ പേഴ്സൺ ആണോ അധ്വാനിച്ചത്? പക്ഷേ ഇതിൽ നിന്നുള്ള പ്രതിഫലം ആർക്കോ കിട്ടിയിട്ടില്ല. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അക്ഷമ ഇവിടെ കാണിക്കുന്നുണ്ട്. ക്ഷമയോടല്ല വെയിറ്റ് ചെയ്യുന്നത്, അക്ഷമയാണ് കാണിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്ത് ഞാൻ ഇനിയിപ്പോൾ എന്തെന്ന് ചെയ്യാനാണ് എന്നൊരു ചിന്തയാണ് ഇവിടെ കാണിക്കുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണത്. അപ്പം നമുക്കിതൊന്ന് ക്ലാരിഫൈ, ആ കാർഡ് വീണേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് വീഴട്ടെ. 5 of Pentacles ആണത്, അല്ല 8 of Pentacles ആണ്. 8 of Pentacles ആണ് ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത, സ്നേഹമില്ലാത്ത ഒരു സിറ്റുവേഷനാണ് തേർഡ് പാർട്ടി കണക്ഷൻ. ഇവിടെ വളരെ ഭൗതികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ഇനി എനിക്ക് ക്ഷമയില്ല, ഞാൻ ചെയ്യാവുന്നത് അത്രയും ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, ഇല്ലെങ്കിൽ ഞാനിതിൽ നിന്ന് വിട്ടു പോകും എന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം, നമുക്ക് തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് നോക്കാം. എന്താണ് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്. തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഇവിടെ ഭയങ്കര ഈഗോ ഗെയിമാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ വലിയ കോൺഫിഡൻസ് ഇല്ല തേർഡ് പാർട്ടിക്ക്. അതിനർത്ഥം നിങ്ങളുടെ പേഴ്സണെ ഒട്ടും ട്രസ്റ്റ് ഇല്ല തേർഡ് പാർട്ടിക്ക്. ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നില്ല ഇവിടെ. അതുപോലെ തന്നെ വളരെ നെഗറ്റീവായ ഒരു ഫീലിംഗ് ആണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നത്. അത് നമ്മൾ കണ്ടല്ലോ, ഒരു എനർജി, ഇതിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് ഇതിൻ്റെ റെസ്പോൺസ് കിട്ടണം, അല്ലാതെ ഞാൻ ഇതിൻ്റെ പുറകെ ഇനി നടക്കില്ല എന്നൊരു എനർജി നോക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഇവിടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമുണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിൽ നോ കോണ്ടാക്റ്റ് പോലെയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് തുടങ്ങിയ എന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻസ് കുറേ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും രണ്ട് തരം എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഒരാൾക്ക് വെറുതെ കാര്യങ്ങൾ നടക്കാനുള്ള എക്സ്പെക്റ്റേഷൻ, കാരണം ആ പേഴ്സൺ ഓൾറെഡി കമ്മിറ്റഡ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ, അത് നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടി ഇവിടെ നിന്ന് തേർഡ് പാർട്ടിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു, പക്ഷേ അതൊന്നും മീറ്റ് ചെയ്യില്ലെന്ന് അറിയുമ്പോൾ ഉള്ള ഒരു റെസിസ്റ്റൻസ്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്, പക്ഷേ ഇവിടെ ഒരു ഗ്രോത്ത് തേർഡ് പാർട്ടിക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഓക്കെ നമുക്കൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാം, എനിക്കും നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ഒരു ഫ്യൂച്ചർ തേർഡ് പാർട്ടിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ തേർഡ് പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമെന്ന്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ ഇഷ്ടമാണെന്നാണ് തേർഡ് പാർട്ടിയുടെ വിശ്വാസം. അപ്പോൾ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ സ്നേഹം തുറന്ന് പറയുമെന്നൊരു വിശ്വാസം എൻ്റെ തേർഡ് പാർട്ടിക്ക്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ ഇഷ്ടമാണ്. നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമാണോ തേർഡ് പാർട്ടി? തോന്നുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് അല്ല നോക്കുന്നത്, തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് ആണ്. കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ചാൽ, നോ കോൺടാക്റ്റിലേക്ക് പോയാൽ തേർഡ് പാർട്ടി എന്ത് ചെയ്യും എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇഷ്ടമാണ്, കൺഫേം ചെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ തേർഡ് പാർട്ടി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പകുതി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ സ്നേഹം, തേർഡ് പാർട്ടിയോടുള്ള സ്നേഹം തുറന്ന് പറയണം എന്ന് വിചാരിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് തേർഡ് പാർട്ടി വളരെയധികം സങ്കടം അനുഭവിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി ചിലപ്പോൾ ഒരു സിംഗിൾ എനർജി ആയിരിക്കാം. അപ്പോൾ വിവാഹമാണ് തേർഡ് പാർട്ടിയുടെ മനസ്സിലുള്ളത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വിവാഹം ആഗ്രഹിക്കുന്നില്ല, കാരണം ഓൾറെഡി വേറൊരു സ്ഥലത്ത് സ്റ്റക്കാണ് ഈ പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ടോക്സിസിറ്റി, തേർഡ് പാർട്ടിക്ക് അറിയാം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ടോക്സിക് ആണെന്ന്. അപ്പോൾ ആ ടോക്സിസിറ്റി നിങ്ങളുടെ ഇവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകണം എന്ന ഒരു ആഗ്രഹം തേർഡ് പാർട്ടിക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ സ്വന്തം കാര്യത്തിന് വേണ്ടി റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാതെ ആ ഒരു യൂസ് വരുന്നത് കൊണ്ടും തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് കൊണ്ടും ഒരു ഹാർട്ട് ബ്രേക്ക് തേർഡ് പാർട്ടിക്ക് ഉണ്ട്. ഇവിടെ തേർഡ് പാർട്ടി ഹാർട്ട് ബ്രോക്കൺ ആണ് ഈ ഒരു പേഴ്സൻ്റെ. കാരണം തേർഡ് പാർട്ടി ശരിക്കും ഈ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ പേഴ്സൺ അതല്ല ഉദ്ദേശം, അത് തേർഡ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റിസ് തേർഡ് പാർട്ടി പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റിസ് കാണിക്കണം നിങ്ങളുടെ തേർഡ് പാർട്ടിയോട് എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്.
ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്. ഇതൊരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ തേർഡ് പാർട്ടി സ്റ്റക്കാണ് നിങ്ങളുടെ പേഴ്സണ്. നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിക്കണമെന്നാണ് തേർഡ് പാർട്ടിയുടെ ആഗ്രഹം. ഇതൊരു വല്ലാത്ത തേർഡ് പാർട്ടിയാണ് കേട്ടോ. കുറച്ച് പണി തരുന്ന തേർഡ് പാർട്ടിയാണിത്. തേർഡ് പാർട്ടി പ്രഗ്നൻ്റ് ആണോ എന്നൊരു ഇത് കാണിക്കുന്നുണ്ട്. അത് കാരണം ഇതൊരു സർപ്പമാണ്, മുട്ടയ്ക്ക് അടയിരിക്കുന്ന ഒരു സർപ്പമാണ് വന്നേക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പ്രഗ്നൻ്റ് ആകും എന്നൊരു പ്രതീക്ഷ തേർഡ് പാർട്ടിക്ക് ഉണ്ടാവണം ചിലപ്പോൾ. അങ്ങനെ നിങ്ങളുടെ പേഴ്സണെ ട്രാപ്പ് ചെയ്യാം എന്നും ഒരു ചിന്ത ഉണ്ടാവണം. അപ്പോൾ തേർഡ് പാർട്ടിയുടെ മനസ്സിൽ കൂടെ വളരെയധികം പ്ലാനുകൾ പോകുന്നുണ്ട്. എങ്ങനെ നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാം, എങ്ങനെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സ് മാറ്റാം, എങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറാം. അതാണ് തേർഡ് പാർട്ടി ആലോചിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം വേറെയാണ്. പക്ഷെ തേർഡ് പാർട്ടി അത് കാണുന്നില്ല. തേർഡ് പാർട്ടി കാണുന്നത് ഒരു ഫ്യൂച്ചർ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ആണ്. അപ്പോൾ ഇവിടെ ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ പെണ്ണാണെങ്കിൽ പ്രഗ്നൻ്റ് ആക്കാനുള്ള വഴിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണാണെങ്കിൽ തേർഡ് പാർട്ടി പ്രഗ്നൻ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ഓപ്ഷൻ വരുമോ നമുക്കറിയാം. എന്തായാലും തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്? ഈ റിലേഷൻഷിപ്പോട് തേർഡ് പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണായിട്ട് സ്വരമയോടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാസ്റ്റ് കണക്ഷൻ ഉണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് പുതിയൊരു റിലേഷൻഷിപ്പ് അല്ല. ഇത് ഇവർ നേരത്തെ പരിചയമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വർഷമായിട്ടുള്ള തേർഡ് പാർട്ടി കണക്ഷൻ ആണിത്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ലൈഫ് ലോങ് കണക്ഷൻ വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് തേർഡ് പാർട്ടിയുടെ ഒരു ചിന്ത. ഇവിടെ സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് വന്നെങ്കിലും മാജിഷ്യനും സ്ട്രെങ്ത്തും കൂടെ വളരെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. അതാണ് എന്തെങ്കിലും തരത്തിൽ മീൻസ് എന്തായാലും ഇവിടെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിലും വിവാഹം കഴിച്ചേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷനിലാണ് തേർഡ് പാർട്ടി. ചിലപ്പോൾ തേർഡ് പാർട്ടി പ്രഗ്നൻ്റ് ആയിരിക്കാം. മനസ്സിലായോ? എന്തായാലും ഒരു കല്യാണം ഇവിടെ ഹാപ്പിനെസ് ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല, കല്യാണം കഴിക്കണം, എനിക്ക് ഇവിടെ സന്തോഷമില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു മനസ്സാണ്. അപ്പോൾ തേർഡ് പാർട്ടി കുറച്ചൊരു പൊട്ടത്തരമുള്ള ഒരു എനർജിയാണ്. മനസ്സിലായോ? അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു ഇല്യൂഷണറി വേൾഡിലായിരിക്കാം തേർഡ് പാർട്ടി നിൽക്കുന്നത്. തേർഡ് പാർട്ടി ഇത് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു ടോക്സിസിറ്റി, നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഈ ടോക്സിസിറ്റി ഡിലീറ്റ് ചെയ്യണം, അത് കളയണം. അത് എങ്ങനെയെങ്കിലും അതൊന്ന് എടുത്ത് കളയണം. എന്നിട്ട് ഇവർ തമ്മിൽ സ്വരുമയായിട്ട് പോകണം, ഒരു വിവാഹ ജീവിതത്തിലേക്ക് റിലേഷൻഷിപ്പ് പോകണം എന്നതിന് തന്നെയാണ് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ പല പ്രാവശ്യം തേർഡ് പാർട്ടി ഇതിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്കി. അപ്പോൾ ഇതുപോലെ തന്നെ ചിലപ്പോൾ ടാരോ റീഡിങ് എടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അമ്പലങ്ങളിലോ പള്ളികളിലോ പ്രാർത്ഥനയായിട്ട് നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് മാജിക് ഭയങ്കര എന്താ പറയുക ഈസിലി അവൈലബിൾ ആണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഒന്ന് വർക്ക് ചെയ്തെടുപ്പിക്കണം എന്ന ആ ഒരു ഇതിലാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത്. ഒറ്റ കാലിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണെ കിട്ടിയേ പറ്റുള്ളൂ എന്നാണ് തേർഡ് പാർട്ടി പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് വിഘ്നമായിട്ട് നിൽക്കുന്ന എല്ലാ സാധനങ്ങളെയും മാറ്റണം എന്ന ഒറ്റ ചിന്തയുള്ളൂ തേർഡ് പാർട്ടിക്ക്. ഇവർ ഭയങ്കര പണിയാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് തേർഡ് പാർട്ടി. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അതല്ല ഉദ്ദേശം. മനസ്സിലായി? ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് പേഴ്സണും തേർഡ് പാർട്ടി ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കാം. ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? കാരണം ഇവരിപ്പം എന്ത് ചെയ്താലും ഞാൻ വിടില്ല, ഈ റിലേഷൻഷിപ്പ് ഞാൻ വിട്ട് കളയില്ല എന്ന് തന്നെയാണ് ഇവരുടെ ഒരു മനസ്സിലുള്ള ഒരു ചിന്ത. അങ്ങനെയാണെങ്കിൽ എന്താണ് തേർഡ് പാർട്ടിയുടെ നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാവുക? ഇവർ നിങ്ങളുടെ പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ സ്പൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളെയും കൂടെ സ്പൈ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടി സ്പൈ ചെയ്യും. എന്തായാലും സത്യം കണ്ടുപിടിക്കാൻ ഈ പേഴ്സൺ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരുടെ കൂടെയാണ്, ഇതെല്ലാം ഈ തേർഡ് പാർട്ടി സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോ കോൺടാക്റ്റിലാവുമ്പോൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ട് എവിടെയാണെന്ന്.
മനസ്സിലായോ? ഡിസപ്പോയിൻറ്റഡ് ആണ് ഇവർ, റിഗ്രറ്റ് ഉണ്ട് ഇവർക്ക് ഈ റിലേഷൻഷിപ്പ് നോ കോൺടാക്റ്റിലേക്ക് പോയതുകൊണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇവർ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോൾ ഒരു ഡിസിഷൻ ഇവരെടുക്കും കേട്ടോ. നിങ്ങളുടെ പേഴ്സണെ ഇവരുടെ അടുത്ത് നിന്ന് പോകാൻ സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും ഈ പേഴ്സണെ തിരിച്ച് കൊണ്ടുവരണമെന്ന് തന്നെയാണ് തേർഡ് പാർട്ടിയുടെ ആഗ്രഹം. അപ്പോൾ നോ കോൺടാക്റ്റിലാണിപ്പോൾ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർ പ്രശ്നം ഉണ്ടാക്കും. അതാണ് ഇവരുടെ ഉദ്ദേശം. ഇവർ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവരെ ചൂസ് ചെയ്യണം, നിങ്ങളെ ചൂസ് ചെയ്യാൻ പാടില്ല, നിങ്ങളെ ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പം അതിനുള്ള പണിയാണ് ഇവർ നോക്കുന്നത്. എങ്ങനെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ അടുത്ത് നിന്ന് തട്ടിയെടുക്കാം, അതാണ് ശരിക്കും ഇവിടെ കാണിക്കുന്നത്. മാക്സിമം ഇവർ ട്രൈ ചെയ്യും നിങ്ങളുടെ പേഴ്സണെ എടുക്കാൻ വേണ്ടിയിട്ട്. കാപ്രിക്കോൺ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, ജെമിനി, ലിയോ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. ലീബ്ര, ഏരീസ്, കാപ്രിക്കോൺ സ്ട്രോങ് ആണ്. പിന്നെ വെർഗോ, പൈസസ് ഉണ്ട് ഇവിടെ. പൈസസ് സ്ട്രോങ് ആണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഫിക്സ്ഡ് സൈൻസ് എല്ലാവരും ഉണ്ട്. വേറെ പിടിച്ചൊരു സിറ്റുവേഷനാണ്. ലിയോ പിന്നെയും വരുന്നുണ്ട്. ലിയോ സ്ട്രോങ് ആണ് ഇവിടെ. പിന്നെ ഉള്ളത് ടോറസ്, ലീബ്രയാണ്. സ്കോർപിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. ഫൈനൽ റീഡിംഗ് ആണ് ഇത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് എടുക്കാം. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ശിവായ ശിവായ, ഓം നമ 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 ശിവായ. ഹെൽപ്പിംഗ് ഹാൻഡ്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കണമെന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. നിസ്വാർത്ഥമായ സേവനം, അതാണ് ഇവിടെ കാണിക്കുന്നത് ഭഗവാനെ. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? പേജ് ഓഫ് സ്വേർഡ്സ്. പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇതൊരു ചിലപ്പോൾ രണ്ടു പേർക്ക് തമ്മിൽ ശരിക്കും അറിയില്ലായിരിക്കും അവർ രണ്ടുപേരുടെയും അവസ്ഥ. മനസ്സിലായി? ഇവിടെ കുറേ ഡിലേ ഉണ്ട്. തേർഡ് പാർട്ടി കണക്ഷനിൽ കുറേ ഡിലേസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുമേ ഇതിങ്ങനെ ഒരു വാളിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഒരു സൈഡിലേക്ക് എങ്ങനെ പിടിച്ചേക്കണം. അപ്പം നമ്മളിങ്ങനെ സ്വിങ് ചെയ്യുമ്പോൾ ഒരു വെട്ടി എടുക്കൂലേ, അതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഇപ്പം എനിക്ക് വന്നത്. ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് കളയാൻ പോകുന്ന പോലെ. മനസ്സിലായോ? തലയൊക്കെ വെട്ടുന്നത് നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ വാളിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഒറ്റ സ്വിങ് ചെയ്യുമ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് പോകും. അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട് എനിക്കിവിടെ. അപ്പോൾ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാനുള്ള പ്ലാനാണോ നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ? നോക്കാം നമുക്ക്. അക്വേറിയസ്, ലീബ്ര, ജെമിനി, സോഡിയാക് സൈൻ ആണത്. അതോ ഒരാൾ ഈ സ്വേർഡ്സ് എപ്പോഴും വരുന്നത് തോട്ട്സ് ആണ്, ചിന്തകൾ. അപ്പോൾ ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകൾക്ക് ചെവി കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരാളോട് മറ്റേ ആൾക്ക് അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുപേർക്കും അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ ഒരാൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. എനിക്കതിനൊന്നും സമയമില്ല, എനിക്ക് വേണ്ട എന്നൊരു ചിന്ത ഉള്ള പോലെ കാണിക്കുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് സ്വേർഡ്സ് റിവേഴ്സും ലവേഴ്സ് റിവേഴ്സുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി കണക്ഷൻ കംപ്ലീറ്റ് ബ്രേക്ക് ആയിട്ടുണ്ടാവും.
അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആർക്കോ, നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിക്കോ. ഇവരൊരു സോൾമേറ്റ് കണക്ഷൻ പോലെ ആയിരുന്നു, ലവേഴ്സ് ആയിരുന്നു. പക്ഷേ ഒരു പരിധി വിട്ടപ്പോൾ ആരോ ഇത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ആ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു കാര്യത്തിനോട് ഭയങ്കര അടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് ഉപേക്ഷിക്കപ്പെടുമ്പോഴും നമുക്കൊരു ഹൃദയവേദന ഉണ്ടാവും. പക്ഷേ അപ്പോൾ കുറച്ച് നാളായിട്ട് ഈ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പതുക്കെ വരുന്നു. ആ സിറ്റുവേഷനിലേക്ക് തിരിച്ച് ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ ആരോ പരിശ്രമിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇവിടെ ജെമിനായി കാണിക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട്. തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഇപ്പോൾ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി എല്ലാം ത്യജിച്ച് ഒരു സന്യാസത്തിലേക്ക് പോകാൻ പോവുകയാണോ? തേർഡ് പാർട്ടി വളരെ സീക്രട്ടീവായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. തേർഡ് പാർട്ടി ആരോടും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. തേർഡ് പാർട്ടി വളരെ സീക്രട്ടീവായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് അറിയാമായിരുന്നു ഇവിടെ ഒരു ഫ്യൂച്ചർ പോസിബിൾ അല്ലാന്ന്. അപ്പോൾ തേർഡ് പാർട്ടി ഒരു സ്പിരിച്വൽ സൈഡിലേക്ക് പോകാൻ പോകുന്ന പോലെ. ഇനിയിപ്പോൾ എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട, ഇത് കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഞാനിനി വേറെ ആരെയും നോക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ. അപ്പം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ പുതിയതാണോ? കാരണം ഇവിടെ ഒരു ലവേഴ്സ് ആയിരുന്ന 2 പേര് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലവറായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ അധികം സമയമായിട്ടില്ല റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട്. അതിനിടയിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടി ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ തേർഡ് പാർട്ടി ശരിക്കും നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടാവാം. കാരണം തേർഡ് പാർട്ടി ഇനി വേറൊരു വിവാഹം വേണ്ട എന്നൊരു ചിന്തയിലാണ്, സന്യാസം മതി എന്നൊരു ചിന്തയുള്ള പോലെ. അപ്പോൾ തേർഡ് പാർട്ടിയുടെ മനസ്സ് മാറാൻ ചാൻസ് ഇല്ല. തേർഡ് പാർട്ടിക്ക് വേറെ ആരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തേർഡ് പാർട്ടി സിംഗിൾ ആണ്, കേപ്പബിൾ ആണ്. തേർഡ് പാർട്ടി ഭയങ്കര സീക്രട്ടീവ് ആണ്. ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് തേർഡ് പാർട്ടി വേറെ ആരെയും വേണ്ട എന്നാണ് തീരുമാനിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു? തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കാതിരുന്നത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയത്. ഇവിടെ കുറച്ചൊരു വാശിയും കൂടെ ഉണ്ടായിരുന്നു തേർഡ് പാർട്ടിക്ക്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളായിരുന്നിരിക്കാം. അപ്പോൾ തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര ഹൈ ആയിരുന്നു. തേർഡ് പാർട്ടി ഇന്ന സമയത്ത് കാര്യങ്ങൾ തീരുമാനിക്കണം, വീട്ടിൽ വന്ന് സംസാരിക്കണം എന്നൊക്കെ ഒരു തീരുമാനം തേർഡ് പാർട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളിൽ തീരുമാനങ്ങളൊന്നും എടുത്തില്ല, കാര്യങ്ങൾ നടന്നില്ല, പെട്ടെന്ന് ഡിലേ ഉണ്ടായി കാര്യങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും എന്നാണ് തേർഡ് പാർട്ടി വിചാരിച്ചത്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് ഇന്ന ദിവസം കാര്യങ്ങൾ സംസാരിക്കാൻ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ദിവസം കാര്യങ്ങൾ തീരുമാനമായില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നമുക്ക് വേണ്ട എന്നൊരു സംസാരിച്ചു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര സ്ട്രോങ് ആണ്, സ്റ്റബൺ ആണ്.
അപ്പോൾ ഈ പേഴ്സൺ അത് കാര്യമായിട്ട് എടുത്തു. എന്നുവെച്ചാൽ ഒരു ഡെയറിങ്, അത്ര ഇതായിട്ട് വാശിയായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്നൊരു സിറ്റുവേഷനിലേക്കാണ് റിലേഷൻഷിപ്പ് പോയത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പതുക്കെ പതുക്കെ അകലുകയാണ് ചെയ്തത്. ഈഗോ ക്ലാഷ് ആയിരുന്നു രണ്ടുപേരും തമ്മിൽ. ശരിക്കും പറഞ്ഞാൽ അവർ സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങളുടെ പേഴ്സണും ക്വീൻ ഓഫ് കപ്സും ക്വീൻ ഓഫ് സ്വേർഡ്സും കിങ് ഓഫ് സ്വേർഡ്സും ആണ്. അവർ രണ്ടുപേരും തമ്മിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യം നടത്താൻ നോക്കിയപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്തത്. തേർഡ് പാർട്ടി ഒട്ടും പ്രതീക്ഷയില്ല നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിലേക്ക് വേറൊരാൾ ആ സമയത്ത് വന്ന് കയറുമെന്ന്. മനസ്സിലായോ? അപ്പോൾ കാര്യം ചൂടായാൽ അല്ലെങ്കിൽ വാശി പിടിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് തേർഡ് പാർട്ടി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത്. പക്ഷേ അത് ബാക്ക് ഫയർ ചെയ്തു. നിങ്ങളുടെ പേഴ്സൺ ആ തേർഡ് പാർട്ടിയോട് റെസ്പോണ്ട് ചെയ്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തോന്നിയിട്ടുണ്ടാവും എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ആയതെന്ന്. അതും നിങ്ങളുണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ട് മാറിയിരിക്കുന്ന ഈ എനർജി അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടി അറിഞ്ഞു, അതോ വേറെ ഏതോ തേർഡ് പാർട്ടി ആയിരുന്നു റിലേഷൻഷിപ്പ്? ആകെ കൺഫ്യൂഷൻ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവർ തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാനുള്ള കാരണം ഒരു തേർഡ് പാർട്ടിയാണ്. ആ തേർഡ് പാർട്ടിയെക്കുറിച്ച് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് അറിഞ്ഞപ്പോൾ ഈ പേഴ്സൺ, കല്യാണം കഴിക്കാനിരുന്ന തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സണോട് അതിനുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ പേഴ്സൺ അത് റെസിസ്റ്റ് ചെയ്തു. വിശ്വാസമില്ലായ്മയായിട്ട് നിങ്ങളുടെ പേഴ്സണ് തോന്നിയിട്ടുണ്ടാവും, അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു മണ്ടത്തരം അവിടെ തേർഡ് പാർട്ടി ചെയ്തതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ഇൻറ്റൻഷൻ എന്താണ്? ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഇൻറ്റൻഷൻ എന്താണ്? അപ്പോൾ ഇതൊരു മാരേജ് സിറ്റുവേഷൻ അല്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾ തമ്മിലും മാരീഡ് അല്ല. ഇവിടെ ഒരു പ്യുവർ റിലേഷൻഷിപ്പാണ്, കല്യാണത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ബ്രേക്ക് കഴിഞ്ഞിട്ട് അത്ര സമയത്ത് ആയിട്ടില്ല. അതിനിടയിലാണ് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നോ കോൺടാക്റ്റിലാണെങ്കിലും തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ സ്റ്റക്കാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണ് തേർഡ് പാർട്ടിയുടെ വിഷ് കം ട്രൂ. അപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും തേർഡ് പാർട്ടി അതത്ര സീരിയസ് ആക്കിയിട്ടില്ല. മനസ്സിലായോ? ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് തിരിച്ച് ചെല്ലും എന്നൊരു പ്രതീക്ഷയിലാണ് തേർഡ് പാർട്ടി ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ചോ, നിങ്ങളാവണമെന്നില്ല, വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആവാം, അറിയില്ല. എന്തായാലും നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിക്ക് അറിയാം. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് അത്ര സീരിയസ് അല്ല എന്നാണ് തേർഡ് പാർട്ടിയുടെ ഒരു ചിന്ത. ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആണ് തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി വന്ന് വിളിച്ചാൽ തേർഡ് പാർട്ടിയെ നിങ്ങളെ ഉപേക്ഷിച്ചത് പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ പോകും എന്നൊരു ചിന്ത തേർഡ് പാർട്ടിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് അത്ര സ്ട്രോങ് ആയിരുന്നിരിക്കാം. Sorry. തേർഡ് പാർട്ടി വിശ്വസിക്കുന്നതേ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ പോലത്തെ ഒരു കണക്ഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. വേറെ ആരോടും നിങ്ങളുടെ പേഴ്സൺ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ വെക്കില്ല എന്നാണ് തേർഡ് പാർട്ടി വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് തേർഡ് പാർട്ടിയുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ കോണ്ടാക്ട് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുപോകുക, ഇവർ തമ്മിലുള്ള വഴക്ക് ഒഴിവാക്കിയെടുക്കുക. അതാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഡിസ്കണക്റ്റഡ് ആയിട്ടില്ല. നോ കോൺടാക്റ്റിലാണ്. നിങ്ങളുടെ പേഴ്സൺ കോൺടാക്ട് ചെയ്യുന്നില്ല, തേർഡ് പാർട്ടി കോൺടാക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇവർ തമ്മിലൊരു വേണ്ട, ഇനി നമുക്ക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണ്ട എന്നൊരു സംസാരം ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തേർഡ് പാർട്ടി വിശ്വസിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വേറൊരു കണക്ഷൻ സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് കൊണ്ടുവരാമെന്നാണ് തേർഡ് പാർട്ടി വിചാരിക്കുന്നത്. ഇവരെന്ത് ആക്ഷനാണ് എടുക്കുക? തേർഡ് പാർട്ടി എന്ത് ആക്ഷനാണ് എടുക്കുക? നിങ്ങൾക്കറിയോ തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട്? ഇവർ തമ്മിലുള്ള പ്രശ്നത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ?
തേർഡ് പാർട്ടിക്ക് കുറച്ച് സമയം വേണം എന്തായാലും. ഇവിടെ ഒരു തേർഡ് പാർട്ടി കുറച്ച് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ തൽക്കാലം ഇതിങ്ങനെ പോകട്ടെ എന്നാണ്. കാരണം തേർഡ് പാർട്ടി വിശ്വസിക്കുന്നത് എവിടെ പോകാനാ, ഞാൻ അങ്ങോട്ട് ഇത് വിളിച്ചാലേ തിരിച്ച് വന്നോളൂ എന്നൊരു ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഉണ്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി തൽക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കുറച്ച് കഴിയട്ടെ എന്നാണ് ആലോചിക്കുന്നത്. തേർഡ് പാർട്ടി ഇപ്പോൾ ഇതൊരു കാപ്രിക്കോൺ സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് ഈ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ചില ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ പഴയ ഗേൾ ഫ്രണ്ട് ഇപ്പം ഫേസ്ബുക്കിൽ കയറി നല്ല അടിപൊളി ഒരു ഫോട്ടോ ഇടുക എന്ന് വെച്ചാൽ അറ്റൻഷൻ കിട്ടാൻ, നിങ്ങളുടെ പേഴ്സണിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഈ തേർഡ് പാർട്ടി യൂസ് ചെയ്യും. ഇവർ കോൺടാക്റ്റ് ഇല്ലല്ലോ, പക്ഷേ ചിലപ്പോൾ മിക്ക സ്ഥലത്തും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ കയറി അടിപൊളി ഒരു ഫോട്ടോ ഇടുക, ഇൻസ്റ്റഗ്രാമിൽ കയറി ഫോട്ടോ ഇടുക. അപ്പോൾ ഈ പേഴ്സൺ എന്തായാലും കാണും തേർഡ് പാർട്ടിയെ. അപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ ഇപ്പം ബെറ്റർ ലുക്കിംഗ് ആയിരിക്കാം. അപ്പോൾ പഴയ ആ ഒരു ഇമോഷൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കള്ളവിദ്യ തേർഡ് പാർട്ടി ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ പാർട്ടി നിങ്ങളുടെ പേഴ്സൺ വരുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം തേർഡ് പാർട്ടി ചെന്ന് അവിടെ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടിയെ കാണിക്കുക. അതാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. അതാണ് ആക്ഷനാണ് അവരെടുക്കാൻ പോകുന്നത്. അപ്പോൾ പതുക്കെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഹാർഡ് വർക്ക് ആണെന്ന് ഇവർക്ക് അറിയാം, എന്നാലും ഡിറ്റർമിൻഡ് ആണ് ഇവർ. അവിടെയാണ് പ്രശ്നം. ഇത് കുറേ മീൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് കൊണ്ടുവരാമെന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം. പക്ഷേ തേർഡ് പാർട്ടി അതിന് മുതിരാനാണ് ചാൻസ്. നല്ലോണം സ്ട്രോങ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് തേർഡ് പാർട്ടി ഈ സിറ്റുവേഷനിലേക്ക് പോകാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ പോകുന്ന റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ പേഴ്സണിൻ്റെ ഓഫീസിൻ്റെ അവിടെ ചെല്ലുക, പിന്നെ പേഴ്സൺ മീൻസ് എവിടേക്കാണ് പേഴ്സൺ പോകാൻ ചാൻസ് ഉള്ളത് അവിടെയെല്ലാം തേർഡ് പാർട്ടി പ്ലാനിങ്ങോട് കൂടി ചെല്ലുക, എന്നിട്ട് ഈ പേഴ്സണിൻ്റെ അറ്റൻഷൻ തിരിച്ചു പിടിക്കുക. അതാണ് തേർഡ് പാർട്ടിയുടെ പ്ലാനിങ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് പറയിപ്പിക്കുക, നിങ്ങളുടെ പേഴ്സണോട് സംസാരിപ്പിക്കുക. എന്ന് വെച്ചാൽ മെമ്മറീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ തമ്മിൽ അങ്ങനെയായിരുന്നില്ലേ ഇങ്ങനെയായിരുന്നില്ലേ, ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി അവൾ അങ്ങനെ ചെയ്തില്ലേ അവൻ അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെയുള്ള ഡയലോഗ്സ്. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ. വളരെ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് കേട്ടോ. വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം. പക്ഷെ എന്നാലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്വന്തമാണെന്നൊരു ചിന്തയാണ് അവർക്ക്. പൈസീസ്, വെർഗോ പൈസീസ്, കാപ്രിക്കോൺ, ലിയോ സ്ട്രോങ് ആണ്, പൈസീസും സ്ട്രോങ് ആണ്, ജെമിനായി, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, സാജിറ്റേറിയസ്, ജെമിനായി, വെർഗോ പൈസീസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മൾ കണ്ടത് ഇവിടെ കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതുവരെ ഇത്രയും നേരം എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.